ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് ഞായറാഴ്ചയാണ്. രാവിലെ എനിക്ക് ഞാൻ ട്യൂഷനൊക്കെ വിട്ടിട്ടോ. അപ്പം വിട്ട ശേഷം അവരോടൊത്ത് വിട്ട് നമുക്ക് ദോശ ഉണ്ടാക്കാൻ വിചാരിച്ചു. രാവിലെ ദോശ മീൻ ഉണക്കാനൊക്കെ ഇട്ട് നിലയ്ക്ക് ഇവിടെ നല്ല മഴ പെയ്ത് കേട്ടോ. നിങ്ങളുടെയൊക്കെ മഴ പെയ്തോ കമൻറ്റ് ചെയ്യട്ടോ. നല്ല മഴ പെയ്ത് ഇവിടേക്ക് ഒന്ന് എല്ലാ ചെടികൾക്കും ഒരു ആശ്വാസമായി. ഇഷ്ടംപോലെ ചവറും വീണുന്നു. വൈകുന്നേരത്തെ ഈ പണിയായി. അപ്പോൾ ഒരു പ്രകൃതിക്കൊരു സന്തോഷം ഇന്നലത്തെ ഒരു മഴയിൽ. അപ്പം ഇന്ന് വരെ വിശേഷങ്ങളും കാര്യങ്ങളൊന്നുമില്ല. വഴിയുള്ള വിശേഷങ്ങളൊക്കെ നിങ്ങൾ ഷെയർ ചെയ്യാം. നാളെ വിശേഷങ്ങളും കാര്യങ്ങളുണ്ട്. നാളത്തെ വിശേഷങ്ങൾ നാളെ ഷെയർ ചെയ്യാം. ശരി. അപ്പം തലയിൽ ചെറിയ ചെറിയ നരകൾ വന്നതിനെ ഒന്ന് ഹെന്ന ഒരാളെ നോക്കിയിരിക്കുന്നു. അപ്പോഴാണ് അമ്മേനെ ഞാൻ കൊണ്ടുവന്നു. അങ്ങനെ അമ്മയെ വെച്ചിട്ട് ഞാൻ ഫുൾ ഹെന്ന അയച്ചു കേട്ടോ. അത് കഴിഞ്ഞിട്ട് കുറേ തൂക്കാനും തുടയ്ക്കാനും പൊടിയൊക്കെ ആയിട്ട് കിടക്കാനും കുറേ ആളോട് വീട്ടിൽ നടക്കുന്നില്ലല്ലോ. അതുകൊണ്ടൊരു തിരക്ക്. ഈ ഒരു എന്നും ഒരു ദിവസം കൂടെ എനിക്കുള്ളൂ. നാളെ മുതൽ എനിക്ക് പുതിയ ഇതിലേക്ക് ജോയിൻ ചെയ്യണം. അതുകൊണ്ട് ഇന്ന് ഞാൻ പെട്ടെന്ന് എല്ലാം ഒതുക്കാൻ വേണ്ടിയിട്ട് ഉച്ചയ്ക്ക് ഞാൻ ഒന്നും വെക്കുന്നില്ല. ഞാൻ പറഞ്ഞ ഒരു ഊണെടുത്ത് എടുത്താലേ പറ്റുള്ളൂ. കാരണം നമുക്ക് രാവിലത്തെ കാപ്പി കഴിഞ്ഞിട്ട് ഇതൊന്നും ഞാനായിട്ട് നിന്ന് കഴിഞ്ഞാൽ ഉച്ചയാകുമ്പോൾ ഞാൻ ട്യൂഷൻ വരും. അതിന് വെച്ചപ്പാവും കഴിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ ഇന്ന് നമ്മളൊരു ഊണെടുത്തു. 2 ഊണെടുക്കാമെന്ന് വിചാരിച്ചു. അപ്പം ജനലിൻ്റെ ഇതും പൂങ്കാടും നമ്മുടെ സ്റ്റെയറിൻ്റെ ഒക്കെ ഫുള്ള് പൊടിയായിട്ട്. റോഡ് സൈഡ് അല്ലെങ്കിൽ തന്നെ എന്ത് ഭയങ്കര പൊടിയാണ്. ഇനിയിപ്പം അത് പറ്റത്തില്ലല്ലോ. കുറച്ച് കഴിയുമ്പോൾ എനിക്ക് ജോലി തിരക്കൊക്കെ ആകുമ്പോൾ പറ്റത്തില്ല. അപ്പോൾ അതാ ഇലയിലാണ് നമ്മുടെ മട്ടുപ്പാവിൽ നിന്നാണ് ഊണ് വാങ്ങിയ കേട്ടോ. അപ്പോൾ എല്ലാ സാധനങ്ങളും ഉണ്ട്. ചമ്മന്തി, മുട്ട. കുറേ നാളായി ഞാനങ്ങനെ ഊണിങ്ങനെ നമ്മൾ സത്യം പറഞ്ഞാൽ ഇവിടെ നിന്ന് അങ്ങനെ വാങ്ങി കഴിച്ചിട്ടില്ല കേട്ടോ. അങ്ങനെ അവൻ്റെ അനുസരിച്ചും കൊടുത്ത് ഞാനും കുളിയൊക്കെ കഴിഞ്ഞിട്ട് വന്ന് ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് 2-2:30 മണിയായി. അങ്ങനെ അത് കഴിക്കാനായിട്ട് ആ പ്ലേറ്റിലൊക്കെ എടുത്ത് ഞാനും അവിടെ തറയത് കഴിച്ചിട്ട് ഇനി കുറേ മാത്രം തുണി തയ്ക്കാനുണ്ട്. ഇനിയിപ്പോൾ അങ്ങോട്ട് എനിക്ക് തുണി തയ്ക്കാനുള്ള സമയമൊന്നും കിട്ടത്തില്ല ഗൈസ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാം ഒരുമിച്ച് തേച്ച് വെക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ എല്ലാം ഇപ്പോൾ തേച്ച് കൊണ്ടിരിക്കുകയാണ് ഞാൻ. അങ്ങനെ ഉച്ച കഴിഞ്ഞ് ഒന്ന് കിടന്നുറങ്ങണം എന്നൊക്കെ വിചാരിച്ചാൽ ഒന്നും നടന്നില്ല. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇനി ഒന്നിരാടം റെസ്റ്റ് കിട്ടുമല്ലോ എന്നുള്ള പ്രതീക്ഷ ഞാൻ ഇരിക്കുന്നത്. എന്നിട്ട് ഞങ്ങൾ കുറേ നാളോട് ഈ വർക്കല ജനാർദ്ദന സ്വാമിക്ഷേത്രത്തിൽ പോകണമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ അമ്മ അവളോട് ഞാൻ നമുക്കൊന്ന് പോയാലോ എന്ന് വെച്ചിട്ട് പോയി കേട്ടോ. അങ്ങനെ വൈകുന്നേരമായി. അപ്പോൾ അങ്ങോട്ട് ഇറങ്ങി. അപ്പോൾ കുറേ നാളായി. ഞാൻ പറഞ്ഞു ഒരു ദിവസം കൊണ്ട് ഞാൻ ഇവിടെ പോയിട്ടുള്ളേ. അങ്ങനെ ഞങ്ങളുടെ വണ്ടി ഇട്ട് ഞാനും അമ്മയും ധ്യാനസും കൂടെ ജനാർദ്ദന സ്വാമിക്ഷേത്രത്തിൽ പോയി. ഒരു പ്രത്യേക ഫീലിംഗ് ആട്ടോ അവിടെ. വലിയ വലിയ പടികളാണ്. കയറി ചെല്ലുമ്പോൾ നമ്മൾ കാലൊക്കെ കഴിക്കും. എന്നാലും അങ്ങ് എത്തുമ്പോൾ നല്ലൊരു ആശ്വാസം. കാരണം പ്രത്യേക തണുപ്പും ഒരു ഫീലിങ്സ് ഒക്കെയാണ്. എല്ലാവരും വർക്കല ജനാർദ്ദന സ്വാമിക്ഷേത്രത്തിൽ വന്നിട്ടുള്ളവർ കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ആ വലിയൊരു കുളവും കാര്യങ്ങളൊക്കെ നമുക്ക് ഫ്രണ്ടിൽ തന്നെ ഉണ്ട്. ഇതിൽ നിന്ന് റോഡ് നേരെ അങ്ങോട്ട് പോകുന്ന ബീച്ചിലാണ്. അപ്പോൾ ഞങ്ങളെല്ലാം കയറി അത് തൊഴുതിട്ടുണ്ട്. ഇതാണ് വലിയ അമ്പലമാണ് കേട്ടോ. ശിവനും ഇതൊക്കെ എനിക്ക് ഓർമ്മ പോലും ഇല്ല. ഒരു തവണ അവിടെ പോയതേ ഉള്ളൂ ഞങ്ങൾ. അങ്ങനെ ഞങ്ങളെല്ലാവരും തൊഴുത് വീഡിയോ ഒക്കെ എടുത്തിട്ട് നമ്മൾ നടന്ന് പോവുകയാണ് ഗൈസ്. അപ്പം ഞാനും എനിക്കൊരു വീഡിയോ എടുത്തത്. എൻ്റെ ഡ്രസ്സ് കൊള്ളാമോ ഗൈസ്? ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. നല്ല ഡ്രസ്സില്ലേ? അപ്പോൾ അമ്മാമ്മയോട് എന്തെങ്കിലും കഥയൊക്കെ പറഞ്ഞുകൊണ്ട് പോകാൻ കേട്ടോ. അപ്പോൾ അമ്മാമ്മ എന്ന് പറയാം ഞാനൊരു വീഡിയോ എടുത്തതാണ്. അങ്ങനെ ഞാനിത് എല്ലാം പോർട്രേറ്റ് എടുത്തുകൊണ്ട് ലാൻഡ്സ്കേപ്പ് ഇട്ടപ്പോഴത്തേക്ക് 3/4 ഭാഗം വരുന്നു. അപ്പോൾ ഞങ്ങൾ ഹനുമാൻ ക്ഷേത്രം താഴെയുണ്ട്. അവിടെ കയറി ഒരു നെയ്യ് പൂജയൊക്കെ വെണ്ണ പൂജയൊക്കെ ചെയ്ത ശേഷം ഞങ്ങൾ നേരെ ബീച്ചിലേക്ക് പോയി അമ്മാമ്മയും മോനും കൂടെ ബീച്ചിൽ ഇറങ്ങി. ഞാൻ ഇറങ്ങിയില്ല. കാരണം എനിക്ക് ഡ്രസ്സ് നനയാൻ ചാൻസ് ഉണ്ട്. കാരണം വലിയ പാൻറ്റൊക്കെ ഇട്ടേക്കുന്നത്. അല്ലെങ്കിൽ സാധാരണ ഞാൻ അവിടെ പോയി കഴിഞ്ഞാൽ കാല് നനയ്ക്കാൻ വരുന്നതല്ല. അങ്ങനെ അമ്മാമ്മയും മോനും നല്ല രീതിയിൽ എൻജോയ് ചെയ്ത ശേഷം നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് വന്നു ഗായ്സ്. വീട്ടിലേക്ക് വന്ന് നമ്മളൊരു പിസ്സ വാങ്ങിക്കൊണ്ട് വന്നു കേട്ടോ. കാരണം ഒരു പിസ്സയും ഞാനൊരു എന്താണ് ലോഡഡ് ഫ്രൈസും വാങ്ങിച്ചത്. അപ്പോൾ ഞങ്ങൾ അതിലടുത്ത് നിന്നിട്ട് രാത്രി കിടന്ന് ഉറങ്ങാം എന്നുള്ള പ്ലാനിങ്ങിലാണ് ഗൈസ്. അപ്പോൾ ഇന്ന് ഇത്രയൊക്കെയുള്ള വിശേഷങ്ങൾ. ഇഷ്ടപ്പെടുമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ ആദ്യമായിട്ട് കാണി സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്തേക്കുക.